ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പായി സ്റ്റാർട്ട് ചെയ്ത വീഡിയോ നിങ്ങൾ പലരും നല്ല റെസ്പോൺസാണ് തന്നത്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആ പ്ലേലിസ്റ്റ് ഇടയ്ക്ക് വെച്ച് ഡിലേ ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെയാണ്. ഈ പ്ലേലിസ്റ്റ് ഹാക്കിംഗ് ഫ്രം ബിഗിനർ ടു പ്രോ ലെവൽ എന്ന രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലേലിസ്റ്റിലെ മൂന്നാമത്തെ വീഡിയോ ആയ ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് നെറ്റ്വർക്കിംഗ് കമാൻഡ്സ് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാലിനെക്സ് OS ഇൻസ്റ്റാൾ ചെയ്യുവാനും അതുപോലെ തന്നെ ലിനക്സ് കമാൻഡ്സിൻ്റെ ഫണ്ടമെൻറ്റൽസ് മനസ്സിലാക്കുവാനും പഠിച്ചു. ഈ ഒരു സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്സ് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ നമ്മളുടെ സൈബർ സെക്യൂരിറ്റി ടോപ്പിക്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിലോട്ട് കിടക്കാം. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത കാലി ലിനക്സ് OS. ഇതൊരു ലിനക്സ് OS തന്നെയാണ്, എന്നാൽ ഇതൊരു കസ്റ്റമൈസ്ഡ് OS ആണ്. സൈബർ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി തന്നെ കസ്റ്റമൈസ് ചെയ്തൊരു OS ആണിത്. സാധാരണ ഉബുണ്ടു പോലുള്ളൊരു OSുമായിട്ട് എന്താണ് കാലി ലിനക്സിൻ്റെ ഡിഫറൻസ്? ഇതിൽ ധാരാളമായിട്ടുള്ള പ്രീ ഇൻസ്റ്റാൾഡ് ടൂൾസ് വരുന്നുണ്ട്. ഉബുണ്ടു പോലൊരു സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും നമുക്ക് ഇവിടെയും ചെയ്യാൻ കഴിയും. എന്നാൽ ഇതിൽ ഒരുപാട് അഡ്വാൻസ് ടൂൾസും ഉൾപ്പെട്ടിട്ടുണ്ട്. റെക്കഗ്നൈസൻസ് മുതൽ താഴെ സർവീസ് ആൻഡ് അതർ ടൂൾസ് വരെ ധാരാളം ടൂൾസ് ഇവിടെയുണ്ട്. അതായത് ഹൺഡ്രഡ്സ് ഓഫ് ടൂൾസ്. ഇതിൽ പ്രധാനപ്പെട്ട പല ടൂൾസുകളും നമ്മളിവിടെ ഉപയോഗിച്ച് പഠിക്കുന്നതാണ്. എന്നാൽ അതിനു മുമ്പായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ലിനക്സ് കമാൻഡ്സും അതുപോലെ തന്നെ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചില കമാൻഡ്സുമാണ്. അതിൽ ആദ്യത്തേതാണ് പിങ് കമാൻഡ്. പിങ് എന്ന വാക്ക് പലരും കേട്ടിട്ടുണ്ടാവാം. എന്താണ് പിങ്ങിൻ്റെ ഫുൾ ഫോം? പാക്കറ്റ് ഇൻ്റർനെറ്റ് ഗ്രോപ്പർ. ഇതാണ് പിങ്ങിൻ്റെ ഫുൾ ഫോം. നമ്മൾ എന്തിനാണ് ഒരു പിങ് കമാൻഡ് ഉപയോഗിക്കേണ്ടത്? എപ്പോഴും നമ്മൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് ചെയ്യുന്നതാണ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഗൂഗിളിൻ്റെ ഹോം പേജ് കാണുകയാണെങ്കിൽ കണക്ടിവിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഒരു ടെർമിനൽ വഴി നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് പിങ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം google.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ മെഷീനിൽ നിന്ന് ഗൂഗിളിൻ്റെ സെർവറിലേക്ക് ഒരു 4 പാക്കറ്റ്സ് അല്ലെങ്കിൽ 5 പാക്കറ്റ്സ് ഇവിടെ അയച്ചിട്ടുണ്ട്. ഞാൻ ഈ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് താഴെ സസ്പെൻഡ് എന്ന് കാണിക്കുന്നത്. ഇതിനെ ICMP റിക്വസ്റ്റ് എന്ന് പറയും. ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഭിത്തിയോട് ചേർന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ആ ഒരു ഭിത്തിയിൽ നിന്ന് ബൗൺസ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് കേൾക്കാം. അതായത് എക്കോ കേൾക്കാം. അതുപോലെ തന്നെയാണ് ഈ ഒരു പിങ് റിക്വസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പിങ് സ്പേസ് ഏത് വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്താലും നമ്മളുടെ ഡിവൈസിൽ നിന്ന് ആ വെബ്സൈറ്റിലേക്ക് ഇങ്ങനെ പാക്കറ്റ്സ് അയച്ചുകൊണ്ടേയിരിക്കും. ഈ പാക്കറ്റ്സ് ഒരു എക്കോ പാക്കറ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു പാക്കറ്റ് അവിടെ ചെന്നതിന് ശേഷം തിരിച്ചു വരികയാണെങ്കിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ 11 പാക്കറ്റ്സ് ഞാൻ അയച്ചു. എനിക്ക് തിരിച്ച് കിട്ടിയത് 10 പാക്കറ്റാണ്. അതിന് കാരണം ഞാനത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് പാക്കറ്റ് ഇവിടെ മിസ്സായത്. അതിനർത്ഥം ഇവിടെ കണക്ടിവിറ്റി ഉണ്ടെന്നാണ്. കാരണം അയച്ച പാക്കറ്റ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ പാക്കറ്റും അവിടെ ചെന്നതിന് ശേഷം തിരിച്ചതുപോലെ നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ മറ്റൊരു കണക്ടിവിറ്റി ഇഷ്യൂ അവിടെ ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ ഞാൻ -C4 എന്നൊരു കമാൻഡ് എക്സ്ട്രാ കൊടുത്ത് ഒന്നുകൂടെ പിങ് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വെറും 4 പാക്കറ്റ് മാത്രമാണ് അയച്ചിരിക്കുന്നത്. ലാസ്റ്റ് പാക്കറ്റ് അവിടെ കൗണ്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഫസ്റ്റ് കേസിലാണെങ്കിലോ, ഞാൻ പിങ് google.com മാത്രം കൊടുത്തതുകൊണ്ട് എൻലെസ് ആയിട്ട് പാക്കറ്റ് പൊയ്ക്കൊണ്ടേയിരിക്കും. അവിടെ ഞാൻ Ctrl+C എന്ന കീബോർഡ് കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് അത് ബ്രേക്ക് ചെയ്തത്. ഇവിടെയും 3 പാക്കറ്റ് അയച്ചു, 3 പാക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതാണ് പിങ്ങിൻ്റെ ഉപയോഗം. ഇതിലൂടെ നമുക്ക് ഏത് മെഷീൻ്റെ IP-ലോട്ടോ ഡൊമൈനിലോട്ടോ പിങ് ചെയ്ത് കണക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കമാൻഡാണ് ട്രേസ് റൂട്ട്. എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഒരു ലെറ്റർ അയക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ലെറ്റർ ഫസ്റ്റ് ചെല്ലുന്നത് നിങ്ങളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിലാണ്. അവിടെ നിന്നത്
കളക്ട് ചെയ്ത് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ നിന്ന് റിസീവറിൻ്റെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ നിന്നിട്ടാണ് ആ ലൊക്കാലിറ്റിയിലുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ലെറ്റർ വരുന്നത്. പിന്നീട് റിസീവറിനത് കിട്ടുകയും ചെയ്യുന്നു. ഇവിടെ എത്ര പോസ്റ്റ് ഓഫീസ് വഴിയാണ് ലെറ്റർ കടന്നു പോയിരിക്കുന്നത്? 4. അതുപോലെ തന്നെയാണ് ഒരു പാക്കറ്റ്സിൻ്റെ കേസും. ഇവിടെ ഞാൻ ട്രേസ് റൗട്ട് google.com എന്ന് പറയുമ്പോൾ എൻ്റെ മെഷീനിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് ഗൂഗിളിൻ്റെ സെർവറിലേക്കുള്ള ഈ ഒരു പാക്കറ്റിൻ്റെ ജേർണി എന്തുമാത്രം റൗട്ടറിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത്. അതായത് എത്ര ഹോപ്പ് കൗണ്ട് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ ട്രേസ് റൗട്ട് google.com കൊടുത്തപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7 റൗട്ടറിൻ്റെ IP അഡ്രസ്സാണ്. ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന വൈഫൈയുടെ റൗട്ടറിൻ്റെ IP ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഫസ്റ്റ് വൺ. അതിനുശേഷം സർവീസ് പ്രൊവൈഡറിലേക്ക് റിക്വസ്റ്റ് പോകുന്നു. പിന്നീട് അവിടെ നിന്ന് സർവീസ് പ്രൊവൈഡറിന് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണോ അവരുടെ റൗട്ടറിലേക്ക് കണക്ടിവിറ്റി പോകുന്നു. പിന്നീട് അത് ഫൈനലി ഗൂഗിളിൻ്റെ സെർവറിലെത്തുന്നു. ഇതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമാൻഡാണ് if config. നിങ്ങളുടെ മെഷീൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലാക്കുവാനാണ് നമ്മൾ if config ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു പഴയ കമാൻഡാണ്. അതായത് ഓൾറെഡി എല്ലാ മെഷീൻസിലും ഈ ഒരു കമാൻഡ് വർക്ക് ആകണമെന്നില്ല. പുതിയ മെഷീൻസിനെല്ലാം മറ്റൊരു അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ETH0 അതായത് ഇഥർനെറ്റ് 0 ആണ് എൻ്റെ മെഷീൻ്റെ ഇപ്പോഴത്തെ IP അഡ്രസ്സ്. കാരണം എൻ്റെ വിർച്വൽ മെഷീൻ ഇവിടെ കണക്ട് ആയിരിക്കുന്നത് ഒരു വയേർഡ് കണക്ഷനിലൂടെയാണ്. പുതിയ മെഷീൻസിലെല്ലാം IP ആഡർ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ IP ആഡർ എന്ന കമാൻഡ് എല്ലാ മെഷീൻസിലും വർക്ക് ചെയ്യും. ഇപ്പോൾ പുതിയ മെഷീൻസിൽ IF കോൺഫിഗ് വർക്ക് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് IP ആഡർ ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ IPA എന്ന് കൊടുത്താലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കൃത്യമായി IP അഡ്രസ് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. നിങ്ങളുടെ മെഷീൻ വൈഫൈയിലാണ് കണക്ട് ആയിരിക്കുന്നതെങ്കിൽ അവിടെ WLAN 0 എന്നായിരിക്കും കാണിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ മെഷീൻ്റെ MAC അഡ്രസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? അതിനാണ് ARP-A എന്നൊരു കമാൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കമാൻഡിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മെഷീൻ്റെ MAC അഡ്രസ്സാണ്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന MAC അഡ്രസ്സ് എൻ്റെ വിർച്വൽ മെഷീൻ്റെ MAC അഡ്രസ്സാണ്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് wget എന്ന് പറയുന്ന ഒരു കമാൻഡിനെ കുറിച്ചാണ്. ഈ ഒരു കമാൻഡിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫയല് ഇൻ്റർനെറ്റിൽ നിന്ന് ബ്രൗസർ വഴി അല്ലാതെയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കമാൻഡ് ലൈനിലൂടെ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ അടുത്ത ലാബിലേക്ക് വരേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ആംഗ്രി IP സ്കാനർ. ഈ ഒരു IP അഡ്രസ് സ്കാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഞാൻ ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത് അതിൻ്റെ URL കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം ഒരു ടെർമിനലിലേക്ക് പോയിട്ട് അവിടെ wget എന്ന് ടൈപ്പ് ചെയ്യുന്നു. പിന്നീട് ആ URL അവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പ്രസ് എൻ്റർ കൊടുക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ ഒരു ഫയൽ അവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് കാണാം. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കമാൻഡ്സ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹാക്കിങ്ങിൻ്റെ സ്റ്റെപ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിംഗ് റിലേറ്റഡുള്ള കമാൻഡ്സ് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കമാൻഡ്സാണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ചില കമാൻഡ്സ്. അപ്പോൾ ഈ ഒരു കമാൻഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇനിയുള്ള സെഷൻസിലെല്ലാം നമുക്ക് ഈ പറയുന്ന കമാൻഡ്സിൻ്റെയൊക്കെ ആവശ്യം എവിടെയെങ്കിലുമൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കൂടുതലായുള്ള പ്രാക്ടിക്കൽസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഞാൻ തരുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.